കോവളം MLA M. വിൻസെന്റ് ഒരു സബ്മിഷനുള്ള റിക്വസ്റ്റ് കൊടുത്തത് ജനപ്രതിനിധികൾ ജനങ്ങളുടെ സേവകരാണ്. പോലീസും സർക്കാരിന്റെ കീഴിലെ പല സേനാംഗങ്ങളും ജനപ്രതിനിധികൾക്ക് സല്യൂട്ട് നൽകുന്നത് ഒരു അനാവശ്യമായ ഒരു ചടങ്ങാണ്. അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ അതിന് സബ്മിഷൻ അവതരിപ്പിക്കാനുള്ള അനുമതി സ്പീക്കർ തന്നില്ല. എന്തുകൊണ്ടാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾക്ക് സല്യൂട്ട് വേണ്ട? സല്യൂട്ട് വേണ്ട. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അറ്റൻഷനായി നിന്ന് സല്യൂട്ട് ചെയ്യുന്നത് ഈ പരിഷ്കൃത ലോകത്ത് യോജിച്ചതല്ല എന്നുള്ളതാണ്. ഞാൻ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യമായി ഈ മന്ദിരത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നിന്ന് കൂട്ടത്തോടെ സല്യൂട്ട് അടിച്ചു. അപ്പൊ ഞാൻ എന്തിനാണ് ഈ സല്യൂട്ട് കൊണ്ടുള്ള എന്താണ് അതിന്റെ ഉദ്ദേശം, അത് നൽകുന്ന മനസ്സിലായില്ല. നിയമസഭാ മന്ദിരത്തിനകത്ത് കയറുമ്പോൾ സല്യൂട്ട്, ലിഫ്റ്റിനടുത്ത് പോകുമ്പോൾ സല്യൂട്ട്, ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ സല്യൂട്ട്, അവിടുന്ന് ഹാളിനകത്തേക്ക് കയറുന്ന സല്യൂട്ട്, നേരെ വാഷ്റൂമിൽ പോയാൽ അതിന്റെ അവിടുത്തെ സല്യൂട്ട്, നമ്മുടെ ക്യാന്റീനിൽ പോയാൽ അവിടെയും സല്യൂട്ട്. ഇപ്പോഴും അങ്ങനെ ഉണ്ട്? അല്ല, ഇപ്പോഴും ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസുകാരുടെ സല്യൂട്ട്. പോലീസുകാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരും മന്ത്രിമാരോ MLA മാരുടെ ബോർഡ് കാണുമ്പോൾ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ബോർഡ് കാണുമ്പോൾ ഉടനെ അത് നിർത്തിയിട്ട് സല്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, അത് അപകടം പോലും ഉണ്ടാക്കുന്നു. പിന്നെ ചില പോലീസുകാർക്ക് സല്യൂട്ട് ചെയ്യാതിരിക്കാൻ ജനപ്രതിനിധികളെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്നു. അവർക്ക് ഈ അസൗകര്യം ഒഴിവാക്കുകയും ചെയ്യാം. അല്ല, ഇപ്പം സല്യൂട്ട് അടിക്കുമ്പോൾ എന്താ ഇവരോടൊക്കെ പറയുന്നത്? ഞാനൊന്നും പറയുന്നില്ല. ഞാൻ യഥാർത്ഥത്തിൽ നമുക്കൊരു അഭിവാദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, അതല്ല അറ്റൻഷനായി നിന്നുകൊണ്ടുള്ള ഒരു സല്യൂട്ടല്ല. നമ്മൾ പരസ്പരം കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, സല്യൂട്ട് അങ്ങനെ ആയി മാറ്റുക. ഇനി സെറമോണിയൽ ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ നാഷണൽ ഡേയ്സിന്റെ ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ പാസിംഗ് ഔട്ട് പരേഡ് നടക്കുമ്പോൾ സല്യൂട്ട്, അങ്ങനെയുള്ള സെറമോണിയൽ ഫംഗ്ഷൻസിന് ഈ സല്യൂട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പൊ സല്യൂട്ട് കിട്ടി പല ജനപ്രതിനിധികളും സല്യൂട്ട് ഇല്ലെങ്കിൽ ഉറക്കം വരുന്നില്ല എന്നുള്ള സ്ഥിതിയാണ്. ഇടയ്ക്ക് തന്നെ സുരേഷ് ഗോപി സല്യൂട്ട് കിട്ടാത്തതുകൊണ്ട് കലഹിച്ചത് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ തൃശൂർ മേയർ സല്യൂട്ട് കിട്ടാത്തതുകൊണ്ട് കലഹിച്ചത് കേട്ടു. അപ്പൊ ഈ സല്യൂട്ട് കിട്ടേണ്ടവരാണ് തങ്ങൾ എന്നുള്ള നിലയ്ക്ക് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സേവകരാണ്. ഈ സബ്മിഷന് അംഗീകാരം കിട്ടിയില്ല, അവതരിപ്പിക്കാൻ. സബ്മിഷൻ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. സാധാരണ മന്ത്രിമാരുടെ ഓഫീസിന്റെ സൌകര്യവും അവരുടെ സമ്മതവും കിട്ടിയിട്ടാണ് സബ്മിഷൻ തരുന്നത്. ഇന്ന് 37 സബ്മിഷൻ ഉണ്ടായിരുന്നിട്ടും ഈ സബ്മിഷന് അനുമതി കിട്ടിയില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുമ്പാണ് ഞാൻ കൊടുത്തിരുന്നത്, ഇതുവരെയും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിന് ആൻസർ ചെയ്യാൻ ഒരു താല്പര്യം പ്രകടിപ്പിക്കാത്തതുകൊണ്ടായിരിക്കാം ഇതിന് അനുമതി നൽകാത്തത്. അതിന് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം. UDF അധികാരത്തിൽ വരുന്നു, താങ്കൾ മന്ത്രിയാവുന്നു, വെറുതെ ഇതൊരു വിവാദ ആ തരത്തിലല്ല, മന്ത്രിയാവുന്നു. ഇപ്പൊ സബ്മിഷൻ അവതരിപ്പിച്ചോ, അത് നടന്നില്ല. താങ്കൾ മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമാണ് മന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പദവിയിൽ വരുമ്പോൾ സല്യൂട്ട് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ എന്ത് നിലപാട്? അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ സല്യൂട്ടിന്റെ കാര്യത്തിൽ എന്റെ വ്യക്തിപരമായ തീരുമാനവും എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവുമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ പാർട്ടിയുമായിട്ടോ മറ്റുള്ള സംസാരിച്ചിട്ടോ അല്ല, ഞാനൊരു വ്യക്തിപരമായിട്ട്. കാരണം എനിക്ക് ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ ദിവസം കിട്ടിയ സല്യൂട്ട് അന്ന് മുതലേ ഞാൻ ആലോചിക്കുകയാണ്, ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ഇതെങ്ങനെ ഒഴിവാക്കാൻ കഴിയുമെന്ന്. ഇപ്പൊ ഈ സഭയുടെ അവസാന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഇനിയെങ്കിലും അതൊന്ന് സഭയുടെയും ഗവൺമെന്റിന്റെയും സമൂഹത്തിന്റെയും ശ്രദ്ധയിലെത്തിക്കണമെന്നാണ്. ഇപ്പൊ മന്ത്രിമാരൊക്കെ സെക്രട്ടേറിയറ്റ് പോകുമ്പോൾ പടക്കം പൊട്ടുന്നത് പോലെയാണ് ശബ്ദം കേൾക്കുന്നത്. ഇത് ബൂട്ടിട്ട് തറയിൽ ചവിട്ടും, അതേ സമയം തന്നെ തോക്കിന്റെ പാത്തിയിലൊരടി, എന്നിട്ട് സല്യൂട്ട്. ഇങ്ങനെ ഒരു വലിയ ഇതാണ്. എന്തിനാണിത്? ഒന്ന് ഇത് ആർക്കെങ്കിലും നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കും, എന്തിന് സല്യൂട്ട് ചെയ്യുന്നു, സല്യൂട്ടിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുക. ഒരു ഇത് കാര്യമില്ലാത്ത രീതിയിൽ ഇത് ചെയ്യുന്നത് തന്നെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാം ഒരു സുപ്പീരിയർ മറ്റവരൊക്കെ ഇൻഫീരിയറുമാണ് എന്നുള്ള ഒരു ഫീലിംഗ് പലപ്പോഴും ഉണ്ടാവാനും ഇടയാക്കുന്നുണ്ട്. M. വിൻസെന്റ് പറഞ്ഞതുപോലെ എത്ര രാഷ്ട്രീയക്കാർ ഇതിന് പിന്തുണ നൽകുമെന്ന് അറിയില്ല. ഞാനിപ്പോ ഇദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി നിയമസഭയ്ക്ക് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായി ആൾക്കാർ കടന്നു വന്നു. അപ്പൊ ജസ്റ്റ് വിഷ് ചെയ്തപ്പോ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വിൻസെന്റിന്റെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയാണ്, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആണെന്ന്. അപ്പൊ പറഞ്ഞു, എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അല്ല സല്യൂട്ട് വേണ്ടേ, സല്യൂട്ട് വേണം എന്ന നിലപാട് വളരെ സീനിയറായ ഒരു നേതാവ് എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളാണ് ഈ അഭിപ്രായം പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചിട്ട് കയറിപ്പോയി. എന്തായാലും വിൻസെന്റിന്റെ ആഗ്രഹം സഭയ്ക്കകത്ത് സബ്മിഷനായി ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയും സഭയുണ്ട്, വിൻസെന്റുമുണ്ട്, അവിടെ ഏതെങ്കിലും തരത്തിലൊക്കെ വരും എന്ന് വിചാരിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.